ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും വീണമേടവും തമ്മിലുള്ള സംസാരം ശരത്ത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം മീനാക്ഷിയോട് വീണ ചോദിക്കുകയാണ്, അല്ല ഹരിദാസ് സാറിനെ കണ്ടിട്ട് നിനക്കിപ്പോൾ എന്താ മീനു ഇത്ര അത്യാവശ്യം? അത് ചേച്ചി PF-ൽ നിന്നൊരു ലോൺ എടുക്കാനാ, 25,000 രൂപ. അത് ഹരിദാസ് സാറ് ഒപ്പിട്ട് തന്നാലല്ലേ ട്രഷറി പോയി എനിക്ക് കാശ് എടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഹരിദാസ് സാറിനെ അന്വേഷിച്ചത്. 25,000 രൂപ എനിക്ക് വളരെ അത്യാവശ്യമാണ്, ഇന്ന് തന്നെ വേണം. എൻ്റെ അനിയനില്ലേ ആര്യൻ, അവന് ഒരു 25,000 രൂപ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റതാ. ഇനിയിപ്പം എന്ത് ചെയ്യുന്ന എന്ന് ആലോചിച്ച് മീനു അങ്ങനെ നിൽക്കുക. സാറ് 2-3 ദിവസം കഴിഞ്ഞേ വരുവുള്ളെന്ന് പറഞ്ഞായിരുന്നു. അതുവരെ ഇപ്പം എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വീണ മേഡം ചോദിക്കുക. സാരമില്ല ചേച്ചി, അവന് കാശ് ഇന്ന് തന്നെ കൊടുക്കേണ്ടതാ. ഇനിയിപ്പം എൻ്റെ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് പണയം വെച്ച് ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്ത് അവന് കൊടുത്തോളാം എന്ന് പറയാണ്. ഓർണമെൻറ്റ്സ് ഒന്നും നീ പണയം വെക്കണ്ട, നിനക്കിപ്പം 25,000 രൂപയുടെ ആവശ്യമല്ലേ ഉള്ളൂ, അത് ഞാൻ തരാം എന്ന് പറയാം. ഏയ് അതൊന്നും വേണ്ട ചേച്ചി എന്ന് അപ്പം മീനാക്ഷി പറയണം. ക്യാഷ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, പക്ഷെ വീട്ടിലിരിക്കുന്നുണ്ട് എനിക്ക്, അതുകൊണ്ട് ഇപ്പം അത്യാവശ്യമായിട്ടില്ല താനും, നിനക്ക് ആവശ്യമുണ്ട് താനും, അതുകൊണ്ട് നീ ആ കാശ് എടുത്തോ. ഞാൻ വേണമെങ്കിൽ സാറ് വീട്ടിലുണ്ട്, സാറിനോട് ആ ക്യാഷുമായിട്ട് ഓഫീസിലേക്ക് വരാൻ വിളിച്ച് പറയാം എന്ന് വീണ മേഡം പറയണ. നീ ഇനി അതിനു വേണ്ടി സ്വർണ്ണം ഒന്നും പണയം വെക്കണ്ട എന്ന് പറയാം. അത് ചേച്ചി നീ എന്തിനാ ഇനി ആലോചിക്കുന്നത്, നമ്മൾ സഹപ്രവർത്തകരല്ലേ, നാളെ എനിക്കൊരാവശ്യം വന്നാലും എന്നെ സഹായിക്കാൻ നീയൊക്കെ അല്ലേ മീനാക്ഷി ഉള്ളൂ എന്ന് ചോദിക്കുക. അപ്പം മീനു അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. സാറിനോട് ഇങ്ങോട്ട് ആ കാശുമായിട്ട് വരണോ എന്നും ചേച്ചി പറയണ്ട, ഞാൻ ആകാശിനെ വിട്ട് ആ കാശ് കളക്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയാം. അങ്ങനെയാണ്, ഞാൻ സാറിനോട് ആകാശ് വരും എന്ന് വിളിച്ചിപ്പോൾ തന്നെ പറഞ്ഞോളാം എന്ന് പറയാം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് എന്ന് പറയാം. നീ ഒന്ന് പോ മീനു, ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ ഒന്ന് സഹായിച്ചതിന് ഇത്ര നന്ദി പറച്ചിലിൻ്റെ കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞ് വീണമേട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. മീനാക്ഷി തൻ്റെ ക്യാബിനിലേക്കും കയറി പോവാണ്. ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശരത്ത് മനസ്സിൽ പല പ്ലാനുകളും തയ്യാറാക്കുകയാണ്. അപ്പം മീനാക്ഷി നേരെ ആകാശിനെ ഫോൺ ചെയ്യുക. ആകാശാണെങ്കിൽ ഗോമതി സ്റ്റോറിൽ ഓരോ പണികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കോൾ വരുമ്പം ഫോണും എടുത്തുടങ്ങ് മാറും. അപ്പോൾ ധർമ്മൻ ചോദിക്കും, ആരാണ് നിന്നെ വിളിക്കുന്നത്? മീനുവാ, എന്താ കാര്യമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താ മീനു, എന്താ നീ ഈ സമയത്ത് വിളിച്ചേ? ആകാശേ നീ തിരക്കിലാണോ? അല്ലറ ചില്ലറ തിരക്കുകളൊക്കെ ഉണ്ട്. അത് പിന്നെ ആരിന് കൊടുക്കാനുള്ള കാശ് റെഡിയായിട്ടുണ്ട്. PF-ൽ നിന്ന് ലോൺ എടുത്ത് കൊടുക്കാമെന്നായിരുന്നല്ലോ നമ്മൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അത് നടക്കില്ല. അത് സാങ്ഷൻ ആകണമെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹരിദാസ് സാറിൻ്റെ ഒപ്പ് വേണം. സാർ ഇന്ന് ലീവാ. അയ്യോ, പിന്നെ നീ എങ്ങനെയാണ് മീനു ക്യാഷ് റെഡിയാക്കിയത്? അത് കുഴപ്പമില്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വീണ മേഡമില്ലേ, വീണ മേഡം എനിക്ക് കടവായിട്ട് 25,000 രൂപ തരാമെന്ന് പറഞ്ഞു. ഹരിദാസ് സാറ് വന്നു കഴിയുമ്പം ട്രഷറിയിൽ നിന്ന് ലോൺ എടുത്ത് വീണ മേഡത്തിന് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് ചോദിക്കാം. അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് വീണ മേഡത്തിന് കയ്യിൽ ക്യാഷായിട്ടില്ല, വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. അവരുടെ ഹസ്ബൻഡ് അവിടെയുണ്ട്. നിനക്ക് സമയം കിട്ടുമ്പം അത് പോയിന്ന് കളക്ട് ചെയ്യാവോ എന്ന് ചോദിക്കാം. അതിനിപ്പോൾ എന്താ, ഇതാണോ വലിയ കാര്യം? ആരിന് ഇന്ന് തന്നെ കൊടുക്കേണ്ട കാശല്ലേ, അവൻ ഇന്ന് തന്നെ ഗോപാലേട്ടനും കൊണ്ട് കൊടുത്ത് കടം വീട്ടിട്ടെ, ഞാൻ ഇപ്പം തന്നെ അത് പോയി മേടിക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പം മീനാക്ഷിക്ക് സന്തോഷമാകുക. താങ്ക് യു മൈ ലവ് എന്ന് പറയാണ് കേട്ടോ. ഒന്ന് പോ മീനു, ഞാൻ എന്തായാലും ഇപ്പം തന്നെ പോയി ക്യാഷ് മേടിക്കാം, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയാം. ശരി എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണേ. ഇതേ സമയം നമ്മുടെ ആകാശ് കാശ് മേടിക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങുക. അപ്പോൾ ബാലൻ ഇത് കാണുന്നേ, അല്ല നീ തിരക്കിട്ടത് ഇപ്പോൾ എങ്ങോട്ടാ എന്ന് ചോദിക്കുക. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണേണ്ടതുണ്ട് എന്ന് ആകാശ് പറയാം. എനിക്ക് ഇപ്പം തന്നെ ഡീലറെ കാണാനായിട്ട് പോകണം. ഞാൻ ഉച്ച കഴിയും വരുമ്പം അവിടെ തിരക്കാണെങ്കിൽ അതനുസരിച്ച് താമസിക്കും. ഇന്ന് പച്ചക്കറിയിലോട് വരുന്ന ദിവസമാണ്. ധർമ്മം തന്നെ ഇവിടെ നിന്നാൽ ശരിയാകില്ല. അവനെ സഹായിക്കാൻ നീയും കൂടി ഇന്നിവിടെ നിന്നേ പറ്റൂ. ഉച്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ വരും, അതിനുശേഷം നീ എവിടെ വേണമെങ്കിലും പൊക്കോ എന്ന് ബാലൻ തീർപ്പ് കൽപ്പിച്ച പോലെ അങ്ങ് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആകാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അച്ഛ എനിക്ക് അത്യാവശ്യമാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്, ഉച്ച വരെ നീ ഒന്ന് ക്ഷമിക്കുക, അതിനുശേഷം നീ പോ എന്ന് പറയാം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ബാലനോട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ആകാശ് അകത്തേക്ക് തന്നെ കയറി പോവാം. അപ്പോൾ ധർമ്മൻ ചോദിക്കും, എന്ത് പറ്റിയടാ, നീ പുറത്തോട്ട് പോകാൻ തുടങ്ങിയതല്ലായിരുന്നോ? ഗോമതി സ്റ്റോർ ബാലൻ എന്നെ വിലക്കി, ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് മാമന് തോന്നുന്നുണ്ടോ എന്ന് ആകാശ് ചോദിക്കാം. പെട്ടെന്ന് തന്നെ മീനുവിനെ ഫോൺ വിളിക്കുക. എന്താ ആകാശേ, നീ എന്താ പോയില്ലേ എന്ന് ചോദിക്കും. അത് പിന്നെ മീനു, ഞാൻ വീണ മേഡത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ, അപ്പോഴാ ഗോമതി സ്റ്റോർ ബാലൻ എന്നെ കണ്ടു. ഇന്നിപ്പം ഡീലറെ കാണാനോ എന്തോ മറ്റോ ബാലൻ പോവുക. അപ്പം കടയിൽ ആരുമില്ല, പച്ചക്കറി ലോഡും വരുമെന്ന്. ഉച്ചയ്ക്ക് ശേഷമേ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, അത് കുഴപ്പമാകുമോ എന്ന് ചോദിക്കുക. അതൊന്നും പ്രശ്നമല്ല, ഇന്ന് എപ്പോഴെങ്കിലും കാശ് കൊടുത്താൽ മതിയല്ലോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഡീലറെ കണ്ട് വന്നതിന് ശേഷം ഞാൻ എന്തായാലും വീണ മേഡത്തിൻ്റെ വീട്ടിൽ പോയി കാശ് കളക്ട് ചെയ്ത് ആരിന് കൊണ്ട് കൊടുത്തോളാം എന്ന് ആകാശ് പറയാം. പിന്നെ മീനു, അവരുടെ വീട്
എനിക്കറിയില്ല, നീ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നേക്കരുതേ. അതൊക്കെ ഞാൻ ഇട്ടോളാം ആകാശേ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. ഇതേ സമയം മീനാക്ഷി അറിയാതെ മറ്റു ചില കാര്യങ്ങളും മീനാക്ഷിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ശരത്ത് ഏർപ്പാടാക്കിയ ഒരു വ്യക്തി നമ്മുടെ ആകാശാണ് എന്നുള്ള വ്യാജേന വീണമേടത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുക. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കും കേട്ടോ. അപ്പോൾ വീണമേടത്തിൻ്റെ ഹസ്ബൻഡ് ഇറങ്ങി വരിക. ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഞാൻ വീണമേടത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മീനാക്ഷിയുടെ ഹസ്ബൻഡാ ആകാശ് എന്ന് പറയാം. ഓ മിസ്റ്റർ ആകാശ്, ഞാൻ നിങ്ങളെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. വീണ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. കയറി വാ, ചായ കുടിക്കാം എന്ന് പറയാം. ഇല്ല സാർ, എനിക്ക് അല്പം തിരക്കുണ്ട് എന്ന് പറയാം. എങ്കിൽ ഞാൻ ക്യാഷ് എടുത്തുകൊണ്ട് ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞ് വീണമേടത്തിൻ്റെ ഹസ്ബൻഡ് പോയി 25,000 രൂപ കൊണ്ടുപോയി ആ വന്ന അപരിചിതൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഇനി വരുമ്പം ഉറപ്പായിട്ടും വീട്ടിൽ കയറണം, രണ്ടുപേരും കൂടി വരാൻ മറക്കരുത് എന്ന് പറയാം. ഉറപ്പായിട്ട് സാർ, ഇപ്പം തിരക്കായതുകൊണ്ടാണ് ഞാൻ മീനാക്ഷിക്ക് ഒഴിവുള്ളൊരു ദിവസം നോക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരുന്നതായിരിക്കും, മേഡം കൂടി ഉള്ളൊരു ദിവസം എന്ന് പറയാണ്. അന്ന് ഇവിടുന്ന് ഊണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറയാം. അങ്ങനെ അയാൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇതൊന്നും അറിയാതെ നമ്മുടെ ആകാശും മീനാക്ഷിയും അവരുടെ ജോലികളിൽ വ്യാപൃതരായിട്ടിരിക്കുകയാണേ. ആ പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾ നേരെ ചെല്ലുന്നത് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിലേക്കാണ്. മീനാക്ഷിക്കെതിരെ അഴിമതിക്ക് പരാതി കൊടുക്കാനായിട്ടാണ് അയാൾ അവിടേക്ക് ചെല്ലുന്നത്. ആ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് ചോദിക്കും എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇവിടുത്തെ ഹെഡ് ഓഫീസറെ കാണണമെന്ന് പറയാണ്. അപ്പോൾ അയാൾ നേരെ പോയി ഓഫീസറോട് സംസാരിക്കുക. അപ്പോൾ അപരിചിതനെ ഓഫീസർ വിളിക്കുകയാണ് കേട്ടോ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, എന്ത് പരാതിയാണ് നിങ്ങൾക്ക് ബോധിപ്പിക്കേണ്ടത്? സാർ, എൻ്റെ പേര് ഹരിലാൽ. ഹരിലാലിന് എന്ത് പരാതിയാണ് ഇവിടെ പറയാനുള്ളത് എന്ന് വീണ്ടും ആ ഓഫീസർ ചോദിക്കുക. അത് പിന്നെ സാർ, ഞാൻ ഒരു സിമെൻറ്റ് കട്ടകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു കമ്പനി തുടങ്ങാനുള്ള ആലോചനയിലായിരുന്നു. അപ്പം അതിന് വേണ്ട ലൈസൻസ് തരേണ്ടത് ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ നിന്നാണല്ലോ. അവിടെ രജിസ്റ്റർ ഓഫീസിൽ മീനാക്ഷി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. അവരെന്നോട് 25,000 രൂപ കൈക്കൂലി ചോദിച്ചു. 25,000 രൂപ ഞാൻ അവർക്ക് നൽകിയാൽ മാത്രമേ അവരെനിക്ക് രജിസ്റ്റർ ചെയ്ത് തരുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കൈക്കൂലിക്കെതിരാണ് സാർ. ഗവൺമെൻറ് ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കേണ്ട എന്താവശ്യമുള്ളത്? അവർക്ക് സാലറി ആയിട്ട് ഗവൺമെൻറ് അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി നൽകുന്നില്ലേ? പിന്നെ എൻ്റെ കയ്യിൽ നിന്നും കൂടി കാശ് വാങ്ങേണ്ട എന്ത് കാര്യമുള്ളത്? ഇതൊന്നും ന്യായമായിട്ടുള്ള കാര്യമല്ലല്ലോ. എനിക്ക് നീതി കിട്ടണം സാർ. എനിക്ക് എത്രയും വേഗം എൻ്റെ സിമെൻറ്റ് കട്ട ഉണ്ടാക്കുന്ന ആ കമ്പനി തുടങ്ങുകയും വേണം. അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കിട്ടുകയും വേണം. അതിനു വേണ്ടിയ നീതിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയണം. നിങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യൂ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഒരു സ്റ്റാഫ് രജിസ്റ്റർ ഓഫീസിലുണ്ടെങ്കിൽ അവരുടെ ജോലി ഇതോടുകൂടി തെറിക്കുന്നതായിരിക്കും. അവരുടെ കൈക്കൂലി വാങ്ങുന്ന ഈ സ്വഭാവം കൈയോടുകൂടി ഞങ്ങൾ പിടിക്കുന്നതുമായിരിക്കും എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം ആ വന്ന അപരിചിതന് ഒരുപാട് സന്തോഷമാകുക. തങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാനുകൾ യഥാക്രമം വിജയം കൈവരിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ 25,000 രൂപ അവർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ സാർ. അപ്പം അയാൾ പൈസ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഓഫീസറെ. ഈ പൈസ കൊണ്ട് അവർ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം, അവരുടെ വീട്ടിൽ കൊണ്ടേ കൊടുക്കണം. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയണം. സാർ, എൻ്റെ പേര് ഇതിൽ വലിച്ചഴിക്കപ്പെടുമോ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിങ്ങളുടെ ഭാഗത്താണല്ലോ ഇവിടെ നീതിക്കെതിരായി പ്രവർത്തിക്കുന്നവരെയാണ് ഞങ്ങൾ പിടികൂടാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ ജോലിയാണ്. ആ സ്ത്രീക്ക് ഇതോടുകൂടി അവരുടെ ജോലി നഷ്ടപ്പെടും എന്നും പറഞ്ഞ് ഓഫീസർ അയാളെ പറഞ്ഞു വിടുകയാണ്. ഇതേ സമയം ആൻറ്റി കറക്ഷൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അപരിചിതൻ നേരെ ഫോൺ വിളിക്കുന്നത് ആകാശിനെയാണ് കേട്ടോ. അപ്പം ആ നമ്പർ കാണുമ്പോൾ മനസ്സിലാകാത്തപ്പോൾ ആകാശ് ഹലോ ആരാ എന്നിങ്ങനെ ചോദിക്കുക. ഹലോ ആകാശല്ലേ എന്ന് ചോദിക്കുക. അതെ, ഞാൻ മീനാക്ഷിയുടെ കൂടെ ജോലി ചെയ്യുന്ന വീണ അവരുടെ ഹസ്ബൻഡായിരുന്നു. ഓ, വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡായിരുന്നല്ലേ? ഞാൻ ക്യാഷ് കളക്ട് ചെയ്യാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു സാർ. എനിക്ക് അല്പം തിരക്കായിപ്പോയി. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്ന് കരുതി. ഓ, അത് സാരമില്ല. എനിക്ക് അമ്പലമുക്ക് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ വീട് അമ്പലമുക്കിലല്ലേ? ഞാൻ എന്തായാലും ആ വഴിക്കാണ് വരുന്നത്. ആകാശ് ക്യാഷ് കളക്ട് ചെയ്യാൻ വരുമ്പം വീട്ടിൽ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ കരുതി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടേ ക്യാഷ് തന്നേക്കാമെന്ന്. അക്കാര്യം ആകാശിനൊന്ന് അറിയിക്കാനാണ് ഞാനിപ്പോൾ ഫോൺ ചെയ്തത്. സാറിനിതൊരു ബുദ്ധിമുട്ടാകില്ലേ? സാറ് നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വന്ന് ക്യാഷ് കളക്ട് ചെയ്തോളാം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മിസ്റ്റർ ആകാശ്. ഞാൻ ഈ വഴിക്കാണല്ലോ വരുന്നത്. ഉറപ്പായിട്ടും ആകാശിൻ്റെ വീട്ടിൽ കൊണ്ടേ ക്യാഷ് കൊടുത്തോളാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞോളാം സാർ എന്ന് പറയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഒരു പുച്ഛച്ചിരിയോടെ നിൽക്കുക. തങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള വിജയച്ചിരിയാണ് അയാൾക്ക് ഇപ്പോൾ ഉള്ളത് കേട്ടോ.
ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയുന്ന ആകാശ് നേരെ ഗോമതിയെ വിളിക്കുകയാണ്. അപ്പം ഗോമതിയോട് പറയാം, എന്താടാ ഈ സമയത്ത് ഒരു ഫോൺ വിളി? അതെ അമ്മേ, ആരിന് കൊടുക്കാനുള്ള 25,000 രൂപ മീനാക്ഷി റെഡിയാക്കിയിട്ടുണ്ട്. അതെയോ? ആ കാശ് മീനാക്ഷിയുടെ കൂടെ ജോലി ചെയ്യുന്ന വീണമേടമില്ലേ, അവരോട് അവൾ മേടിച്ചിരിക്കുന്നത്. അത് അവരുടെ ഹസ്ബൻഡ് ഇപ്പം കൊണ്ടുപോയി അമ്മയുടെ കൈ തരും. അമ്മ അതൊന്ന് മേടിച്ച് വെച്ചേക്കണം കേട്ടോ. ആയിക്കോട്ടെ, അത് ഞാൻ മേടിച്ച് വെച്ചോളാം. എന്നാൽ ഞാൻ കട്ടാക്കുക. ഏയ് ഫോൺ വെക്കലേടാ, നീ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരില്ലേ? അപ്പം കുറച്ച് നല്ല മീൻ കിട്ടുവാണ്, അതുകൂടി മേടിച്ചോണ്ട് പോരെ എന്ന് പറയാം. ഞാൻ നോക്കട്ടെ എന്ന് ആകാശ് താല്പര്യമില്ലാതെ പറയണം കേട്ടോ. നീ മീൻ മേടിക്കാൻ ഇഷ്ടമില്ലാതിരുന്നാലുണ്ടല്ലോ, ഉച്ചയ്ക്ക് വരുമ്പോഴേ ഞാൻ ചമ്മന്തിയും തോരനും മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതാണെങ്കിൽ മീൻ മേടിച്ചോണ്ട് വരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് 2 മീൻ വറുത്ത് തരാം. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കുക എന്നും പറഞ്ഞ് ഗോമതി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുവാണേ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ദേവിയാണ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരിക. ഇതെന്താ മോളെ നീ കാണിച്ചുകൊണ്ട് വരുന്നത്? എന്താ അമ്മേ ഈ തലയിൽ എന്താ കെട്ടിവെച്ചിരിക്കുന്നത്? അത് മുടി ഉണങ്ങാനായിട്ട് ഞാൻ തോർത്ത് കെട്ടിവെച്ചതാ. ഇങ്ങനെയാണോ തോർത്ത് കെട്ടണ്ടേ എന്നും പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഗോമതി രാസനാദിപ്പൊടി എടുത്തിട്ട് വരിക. ഈ രാസനാദിപ്പൊടി തലയിലിടാം, എന്നിട്ട് കുറച്ച് സമയം ക്ഷമിക്കുക, അല്ലെങ്കിൽ നീര് ഇറങ്ങും, എന്നിട്ട് വേണം തല കെട്ടിവെക്കാൻ എന്ന് പറയാണ്. ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറയാം. അല്ല അമ്മ എന്താ എന്തെങ്കിലും ക്ലീനിങ് പരിപാടിയൊക്കെ ആണോ എന്ന് ദേവി ചോദിക്കുക. ഞാനിവിടെ ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുമായിരുന്നു. എന്താ അമ്മേ വിശേഷം? ഞായറാഴ്ച അനുവിനെ പെണ്ണ് കാണാൻ ആ ചെറുക്കൻകൂട്ടിൽ വരുന്ന ദിവസമല്ലേ, അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്കാന്ന് കരുതി എന്ന് ഗോമതി പറയാണ്. അമ്മേ, അവളുടെ കാര്യത്തിൽ ഇത്ര പെട്ടെന്നൊരു തീരുമാനം വേണോ അമ്മേ? അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ, അതുമല്ല നമ്മുടെ അനു നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, എല്ലാ സബ്ജക്റ്റിനും അവൾക്ക് നല്ല മാർക്കും ഉണ്ട്. അങ്ങനെയുള്ളപ്പം അവളുടെ ഭാവി ഇപ്പോഴേ ഒരു കല്യാണം കഴിപ്പിച്ച് കളയണോ അമ്മേ എന്ന് ചോദിക്കുക. കല്യാണം കഴിഞ്ഞെന്നും കരുതി ആരുടെ ഭാവിയാണ് മോളെ നശിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുക. ആ ചെറുക്കനും വീട്ടുകാർക്കും അവളെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ പഠിപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു പരാതിയും ഇല്ലല്ലോ എന്ന് പറയാം. എങ്കിലും അമ്മേ, പഠിച്ച് അവൾ സ്വന്തം കാലിൽ നിന്ന് ഒരു നല്ലൊരു ജോലിയൊക്കെ വാങ്ങുന്നത് കണ്ടിട്ട് കല്യാണം കഴിപ്പിച്ചാലല്ലേ അമ്മേ നല്ലത് എന്ന് ചോദിക്കുക. ഇപ്പോൾ അവളെ നിർബന്ധം പിടിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട എന്താവശ്യമുള്ളത് എന്ന് പറയാം. മോളെ, ബാലേട്ടൻ തീരുമാനിച്ചിരിക്കുന്നതാ. ബാലേട്ടൻ്റെ ആ തീരുമാനം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ മേലുണ്ടായിരുന്ന പൂർണ്ണമായുമുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. മോളോട് ഞാനിത് പറഞ്ഞാൽ മോൾക്ക് വേദന ഉണ്ടാകും, എങ്കിലും ഞാൻ പറയാം. നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നതാ മോളുടെ വയറ്റിൽ കിടന്ന ആ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പോലും കാരണക്കാരി ആരാ? അവൾ എന്നോട് പറഞ്ഞത് ആ അലോകമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചെന്നാ എനിക്ക് വാക്ക് തന്നതാ. അവൾ എന്നോട് പറഞ്ഞ ആ വാക്ക് ഞാൻ വിശ്വസിച്ചു. എൻ്റെ മോള് എന്നോട് ഒരിക്കലും കള്ളം പറയില്ലെന്ന് ഞാൻ കരുതി. ഞാനൊരു പൊട്ടിയാ, ഒരു കഥയില്ലാത്തവളാ, എല്ലാവരും അങ്ങനെ എന്നെപ്പറ്റി പറയാറുണ്ട്. പക്ഷേ അതിനെല്ലാം മുകളിൽ എനിക്ക് എൻ്റെ മക്കളെ അത്രയേറെ വിശ്വാസമുണ്ട്. അവളെയും എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു മോളെ. അതുകൊണ്ടാണ് അവൾ എന്നോട് അവനുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ണും പൂട്ടി അവളെ വിശ്വസിച്ചത്. ഇവിടെയുള്ള ആരോടും ഇവരുടെ കാര്യം പറയാതിരുന്നത് അതെൻ്റെ തെറ്റാ എന്ന് ഗോമതി പറയാം. ഞാൻ എൻ്റെ മക്കളെ അന്ധമായിട്ട് വിശ്വസിച്ചു. അതിനുള്ള പ്രതിഫലമാണ് എനിക്ക് അവൾ തന്നത്. ഇപ്പം അവളോട് എനിക്ക് ഒരു തരിമ്പ് പോലും വിശ്വാസമില്ല. നമുക്ക് ഒരാളോടുള്ള വിശ്വാസം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പം ഗോമതി പറയുന്ന ഈ ഓരോ വാക്കുകളും നമ്മുടെ ദേവിയുടെ മനസ്സിലാണ് കേട്ടോ മുള്ളുപോലെ തറച്ചു കയറുന്നത്. ദേവിയും കള്ളത്തരങ്ങളും ചതിയും ഒക്കെ ഗോമതിയോട് ചെയ്തിട്ടുണ്ടല്ലോ. എന്നോട് അവൾ ചെയ്തത് വിശ്വാസവഞ്ചനയാ, അതിനെല്ലാം ഉപരി ചതിയാ. എന്നെ ഒരു തവണ ചതിച്ചവരെ വീണ്ടും ഈ ഗോമതി ഒരിക്കലും വിശ്വസിക്കില്ല, പിന്നീട് ചതിക്കാൻ നിന്നു കൊടുക്കുകയുമില്ല. ഇപ്പം ബാലേട്ടൻ കല്യാണമായിട്ട് മുന്നോട്ട് പോകുക, അത് ശരിയായ തീരുമാനമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവളൊരു വാശിക്ക് അവനോട് യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ നമ്മളോട് പറയും. പക്ഷേ അവളുടെ മനസ്സ് വീണ്ടും മാറും. വീണ്ടും അവൾക്ക് ഈ കുടുംബത്തെ ചതിക്കാൻ തോന്നും. അതിന് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പം ദേവിക്ക് മറുപടി ഇല്ലാത്ത തല കുനിച്ച് നിൽക്കുക. തന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്മ തന്നെയും ഇതുപോലെ വെറുത്തു പോകില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീടിൻ്റെ കോളിമ്പൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പം നമ്മുടെ ഗോമതി പുറത്തേക്ക് പോവാം. അപ്പോൾ പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തിയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. ഇത് മീനാക്ഷിയുടെ വീടല്ലേ എന്ന് ചോദിക്കുക. അതെ, ഞാൻ മീനാക്ഷിയുടെ കൂടെ ജോലി ചെയ്യുന്ന വീണയുടെ ഹസ്ബൻഡാ. ഇവിടെ ക്യാഷ് കൊണ്ട് ഏൽപ്പിക്കാൻ ആകാശ് എന്നോട് പറഞ്ഞിരുന്നു. ആകാശ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു, സാർ കയറി വാ എന്ന് പറയാം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിവിടെ വരേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കൈ ക്യാഷ് തന്നിട്ട് പോകാമെന്ന് കരുതി. ഇല്ല സാർ, ആദ്യമായിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? വരൂ, ചായ കുടിച്ചിട്ട് പോകാം. വേണ്ടാത്തത് കൊണ്ടാണ്, ഇനി ഒരിക്കലും ഞങ്ങൾ വരാം. ഞാനും വീണയും കൂടി ഇവിടെ വന്ന് ചായ ഒക്കെ കുടിച്ചിട്ടേ പോകുള്ളൂ, ഉറപ്പായിട്ടും എന്ന് പറഞ്ഞ് അയാൾ യാത്ര പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ആ ക്യാഷുമായിട്ട് ഗോമതി അകത്തേക്ക് കയറി ചെല്ലുമ്പം ദേവി ചോദിക്കും, ആരായിരുന്നു അമ്മേ? അത് ആകാശ് പറഞ്ഞില്ലായിരുന്നോ? ആ ആളാ
ക്യാഷ് റെഡിയായിട്ടുണ്ട് എന്ന് പറയാണ്. ക്യാഷോ? ആ, ആരിന് കൊടുക്കാനുള്ള ക്യാഷേ മീനാക്ഷി റെഡിയാക്കിയിട്ടുണ്ടത്രേ. മീനാക്ഷിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മേഡമുണ്ട്. ആ മേഡത്തിൻ്റെ ഹസ്ബൻഡ് 25,000 രൂപ എൻ്റെ കൈ കൊണ്ട് തന്നതാ. അത് ഞാൻ മേടിച്ച് വെക്കാമെന്ന് ആകാശിനോട് പറഞ്ഞായിരുന്നു. ആ കാശ. ആ, എന്തായാലും നന്നായി. ബാലച്ചൻ്റെ ദേഷ്യം ഇതോടുകൂടി ശമിക്കൂലോ. ആരിന് ഇന്ന് തന്നെ ക്യാഷ് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ഗോമതി പറയാണ് കേട്ടോ. അതെ അതെ എന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എന്ത് നല്ല മനുഷ്യനാ, ഇത്രയും വലിയ ജോലിയുള്ള ആളാണെന്നൊന്നും അയാളുടെ സംസാരത്തിൽ തോന്നില്ല. നല്ല ലാളിത്യം എന്ന് ഗോമതി പറയാണ്. അമ്മ എന്താ അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചില്ലേ? ചായ കൊടുത്തിട്ട് വിടായിരുന്നല്ലോ. ഞാൻ വിളിച്ചതാ മോളെ, അയാൾക്ക് എന്തോ തിരക്കുണ്ടെന്നാ പറഞ്ഞത് എന്ന് ഗോമതി അപ്പം ദേവിയോട് പറയാണ് കേട്ടോ. സമയം വീണ മേഡത്തിന്റെ ഹസ്ബൻഡ് ആകാശ് കാശ് മേടിച്ച കാര്യം വീണയെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. എന്താ ചേട്ടാ കാര്യം എന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് വീണ ചോദിക്കുമ്പം ആകാശ് വന്ന് കാശ് മേടിച്ചു എന്ന് പറയണം കേട്ടോ. അപ്പം തന്നെ നമ്മുടെ വീണ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുക. മീനാക്ഷി, ചേട്ടനാ ഇപ്പോൾ വിളിച്ചത്. ദേ, മീനാക്ഷിയുടെ ഹസ്ബൻഡ് ആകാശ് വീട്ടിൽ ചെന്ന് കാശ് മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. അതെയോ മേഡം, താങ്ക് യു എന്ന് മീനു പറയാം. അല്ല, ആകാശ് ഉച്ചയ്ക്ക് ശേഷം പോകുന്നാണല്ലോ പറഞ്ഞത്. ആ, സമയം കിട്ടിക്കാണും, അപ്പം പോയി മേടിച്ചതാകും. എന്നിട്ട് എന്നെ വിളിച്ചെന്താ പറയാതിരുന്നത് എന്നുള്ള സംശയമൊക്കെ നമ്മുടെ മീനാക്ഷിക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മീനാക്ഷി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ മീനാക്ഷിയെ ഫോളോ ചെയ്തുകൊണ്ട് ആൻറ്റി കറപ്ഷൻ ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ. മീനാക്ഷി എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ മീനാക്ഷി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം നമ്മുടെ ദേവിയും അനുവും ഗോപതിയും കൂടി ചായ കുടിച്ചുകൊണ്ട് നിൽക്കുക. ആ മീനു, നീ വന്നോ? നിന്നെ ഇത്രയും നേരമായിട്ട് കാണാത്തപ്പം നീ എന്താ വൈകുന്നതെന്ന് ഞാൻ കരുതി. എന്തായാലും നീ വന്നല്ലോ, വന്ന് ചായ കുടിക്കുക എന്ന് പറയാണ്. അല്ല, ദേവിയെടുത്തിട്ട് നല്ല മണമുണ്ടല്ലോ. ദേവിയെടുത്ത് എന്താ കാച്ചിയെണ്ണ ഇട്ടാണോ ഇന്ന് കുളിച്ചത് എന്ന് മീനു ചോദിക്കുക. ഇല്ല മീനു, ഇതേ അമ്മ രാസ്നാദിപ്പൊടി തലയിലിട്ടതാ നീതിറങ്ങാതിരിക്കാൻ എന്ന് ദേവി പറയും. അതെയോ, നല്ല മണമുണ്ട് എന്ന് പറയാം. ആ മീനു, ദേ ആ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് കാശ് തന്നിട്ടാ പോയത്. നിനക്ക് കാശ് ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞ് ഗോമതി വെച്ചിരുന്ന കാശെടുത്ത് മീനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പം മീനു അറിഞ്ഞ കാര്യവും ഇപ്പോൾ ഗോമതി പറഞ്ഞ കാര്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. തനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന് അറിയാതെ മീനു അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും